എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ പാഠങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ പഠിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഇന്ന് ഈ ലോകത്ത് ആക്കിയിരിക്കുന്നത്? നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ദൈവം നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്? നമ്മൾ അനേക കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ദൈവം കഷ്ടതകളിലൂടെ നമ്മെ അനുവദിക്കുകയാണ്, ഇടവരുത്തുകയാണ്. വേദപുസ്തകത്തിൽ നാം ചിന്തിക്കുമ്പോൾ പൗലോസിനോളം പ്രയാസങ്ങൾ അനുഭവിച്ച മറ്റൊരു അപ്പോസ്തലനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. ഏറ്റവും അധികം പ്രയാസങ്ങളിലൂടെ, ഏറ്റവും അധികം കഷ്ടങ്ങളിലൂടെ, ഏറ്റവും അധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഇവിടെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. കർത്താവായ യേശുവിൽ നിങ്ങൾ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഇവിടെ നാം കഷ്ടതയിലായിരിക്കുമ്പോൾ, നാം പ്രയാസത്തിൽ നാം ആയിരിക്കുമ്പോൾ, നാം വലിയതായ ബുദ്ധിമുട്ടുകളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കർത്താവിൽ സന്തോഷിക്കുവാൻ സാധിക്കും? നമുക്കെങ്ങനെ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും? പൗലോസിന് അത് സാധിച്ചു. അവൻ എങ്ങനെ അത് സാധിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ മറ്റ് ഏത് അപ്പോസ്തലന്മാരെക്കാളും ഏറ്റവും അധികം പ്രയാസങ്ങളിലൂടെ, ഏറ്റവും അധികം കഷ്ടങ്ങളിലൂടെ നടന്നു പോയവനാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുമെന്ന് കർത്താവായ ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഈ വാക്യം പൗലോസ് എഴുതുന്നത് റോമയിലെ ജയിലിൽ നിന്നും ഇരുന്നു കൊണ്ടാണ്. ആ ജയിലിൽ ഇരുന്നു കൊണ്ട്, അതികഠിനമായ പ്രയാസത്തിൽ ഇരുന്നു കൊണ്ട്, കഷ്ടതയിൽ ഇരുന്നു കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ഫിലിപ്പിയായുള്ളതായ വിശ്വാസികൾക്ക് എഴുതി അറിയിക്കുകയാണ്, നിങ്ങൾ സന്തോഷിപ്പിൻ. ഒരു വ്യക്തി കഷ്ടതയിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു വ്യക്തി പ്രയാസത്തിലൂടെ നടന്നു പോകുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ എന്നെക്കുറിച്ചോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ എന്നെക്കുറിച്ചോർത്ത് നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ ഒരിക്കലും എന്നെക്കുറിച്ചോർത്ത് പ്രയാസപ്പെടുവാനോ ഭാരപ്പെടുവാനോ ആവശ്യമില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരപ്പെടുകയേ അരുത്. നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ സന്തോഷിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസിന് അതെങ്ങനെ സാധിച്ചു? അവൻ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ അപ്രകാരം ചെയ്യുവാനായിട്ട്, അപ്രകാരം പറയുവാനായിട്ട്, അപ്രകാരം അനുഭവിക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസിന് എപ്രകാരം സാധിച്ചു? ഇന്ന് നാം കാണുന്നത് പോലെയല്ല അന്നത്തെ കാലത്ത് ജയിൽവാസം എന്ന് പറഞ്ഞാൽ. ഇന്ന് കാലത്ത് ജയിലിൽ എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും നമുക്ക് കാണുന്നതുകൊണ്ട് സാധിക്കും. കൃത്യമായ ആഹാരം, നന്നായിട്ട് ജോലി ചെയ്യുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം അവിടെ ജയിലിൽ നിന്ന് സാധിക്കും. ഒരുപക്ഷെ പുറത്തുള്ളതിനേക്കാളും നല്ല ആഹാരം ഇന്ന് അകത്താണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ പൗലോസിൻ്റെ കാലത്ത് അപ്രകാരമായിരുന്നില്ല. ജയിൽവാസം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഏകാന്തവാസമായിരുന്നു. ഒറ്റയ്ക്കുള്ളതായ ഒരു ജീവിതമായിരുന്നു. മറ്റാരെയും കാണുവാൻ സാധിക്കാതെ, മറ്റാരോടും സംസാരിക്കുവാൻ സാധിക്കാതെ, മറ്റാരോടും ഇടപെടുവാൻ സാധിക്കാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ടതായ അവസ്ഥയായിരുന്നു. പൗലോസ് ഈ ദൂത് എഴുതുന്നതായ സമയത്ത് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത, ഇത്രത്തോളം വൻ കാര്യങ്ങളെ പ്രവർത്തിച്ച, അനേക സഭകളെ സ്ഥാപിച്ച, അനേക വിശ്വാസികളെ നേടിയ ഒരു അപ്പോസ്തലൻ്റെ അവസ്ഥ ഇപ്രകാരമാണ് എങ്കിൽ, അവൻ്റെ അവസ്ഥ ഇപ്രകാരം ജയിലുകളിൽ കഴിയുവാനായിട്ട് ആകുന്നുവെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നോർത്ത് വിശ്വാസികളൊക്കെയും ഭാരപ്പെടുവാൻ തക്കവണ്ണം തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് അത് കേട്ട ഉടനെ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് അവരോട് എഴുതി അറിയിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് ഭാരപ്പെടണം? ഞാൻ ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ പങ്കാളിയാണ്, ഞാനതുകൊണ്ട് സന്തോഷിക്കുകയാണ് എന്ന് പൗലോസ് അവരോട് എഴുതി അറിയിക്കുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസികളൊക്കെയും പൗലോസിനെ ഓർത്ത് വിലപിക്കുവാൻ തുടങ്ങിയതായ സമയത്ത് പൗലോസ് അവർക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അവരോട് പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ചോട് നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ പങ്കാളിയാണ്, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം കർത്താവായ ദൈവം എനിക്ക് വേണ്ടി ഒരു വലിയ കിരീടം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ടതായ ആവശ്യമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി അതിനെ നേരിടും, അതിനെ സഹിക്കും. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകും എന്ന് ഇവിടെ പൗലോസ് നമ്മോട് പറയുകയാണ്. ഇവിടെ പൗലോസ് ആരാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ
പൗലോസ് വെറും ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നില്ല. അവൻ ഏറ്റവും പ്രശസ്തനായ, എല്ലാവരും അറിയുന്ന ഒരു നേതാവായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ആദ്യകാലത്ത് അവൻ്റെ പേര് ആദ്യ സമയത്ത് ശൗൽ എന്നായിരുന്നു. അവൻ എപ്രകാരമുള്ളവനാണ് എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ആരാണ് എന്ന് പൗലോസ് ഫിലിപ്പിലുള്ളതായ വിശ്വാസികളോട് പറയുകയാണ്. ഞാൻ ആരാണ് നിങ്ങൾ അറിയുക, ഞാനൊരു സാധാരണക്കാരന വ്യക്തിയേ അല്ല, ഞാൻ വലിയവനായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, 4 മുതൽ 7 വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പൗലോസ് ആരാണ് എന്ന് പൗലോസ് സ്വയത്തെക്കുറിച്ച് തന്നെക്കുറിച്ച് തന്നെ ഇവിടെ പരാമർശിക്കുകയാണ്. എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ തക്കവണ്ണം വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തുവിൻ നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. ഇവിടെ പൗലോസ് ആരാണ് എന്ന് പൗലോസ് സ്വയം ഫിലിപ്പിയ വിശ്വാസികളെ എഴുതി അറിയിക്കുകയാണ്. ഞാൻ ഇത്രത്തോളം വലിയ ക്വാളിറ്റി ഉള്ളവനായ, ഇത്രത്തോളം വലിയ ഒരു ശക്തിയുള്ളവനായ, ഒരു കുടുംബ പാരമ്പര്യമുള്ളവനായ വ്യക്തിയാണ്. ഞാൻ വലിയവനാണ്, എങ്കിലും ഇതൊക്കെയും ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതായ സമയത്ത് ഇതൊക്കെയും ഏതുമില്ല, ഇതൊക്കെയും ഒന്നുമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇവിടെ പൗലോസ് സ്വയം തയ്യാറാവുകയാണ്, സ്വയം തീരുമാനിക്കുകയാണ്. ഇതൊക്കെയും ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, ഏതുമല്ല എന്ന് ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അതിനെ എല്ലാം ഒന്നുമില്ലാത്ത രീതിയിൽ താറുമാറാക്കി എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം പൗലോസ്, ശൗൽ എന്ന് പേരുള്ളതായ പൗലോസ് അവിടെ തീരുമാനമെടുക്കുകയാണ്. എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി എല്ലാ കഷ്ടവും സഹിക്കുവാൻ, എല്ലാ നിന്ദയും സഹിക്കുവാൻ, അതൊക്കെയും സാരമില്ല എന്നെണ്ണുവാൻ, എല്ലാ ഛേദങ്ങളും സാരമില്ല എന്നെണ്ണുവാൻ പൗലോസിന് ഇവിടെ സാധിക്കുകയാണ്. കാരണം പൗലോസിന് അറിയാമായിരുന്നു, എല്ലാം നന്മയ്ക്കായി, എൻ്റെ ദൈവം എല്ലാം നന്മയ്ക്കായി. ഞാൻ ഈ ലോകത്ത് കഷ്ടങ്ങളെ അനുഭവിച്ചാലും പ്രയാസങ്ങളെ അനുഭവിച്ചാലും, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒരുമിച്ച് എന്നെ തേടി വന്നാലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ജീവൻ്റെ കിരീടം ഒരുക്കി വെച്ചിരിക്കുന്നു. ഞാൻ അതിനു വേണ്ടി നോക്കി പാർത്തിരിക്കും. ഞാൻ ഈ ലോകത്തെയോ ലോകത്തിൻ്റെതായ പ്രയാസങ്ങളെയോ ഞാൻ ഒരിക്കലും ഭാരപ്പെടുകയില്ല, ഒരിക്കലും ഓർത്ത് ഞാൻ ഭയപ്പെടുകയില്ല. മറിച്ച് ധൈര്യത്തോടു കൂടി ഞാൻ മുൻപോട്ട് പോകും. കാരണം എനിക്കായിട്ട് എൻ്റെ ദൈവം ഒരു സ്വർഗീയ രാജ്യവും ഒരു സ്വർഗീയ രാജകിരീടവും ഒരുക്കി വച്ചിരിക്കുകയാണ്. എനിക്ക് അതേക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഇതൊക്കെയും സാരമില്ല, ഇതൊക്കെയും നിസ്സാരമെന്ന് എണ്ണുവാൻ തക്കവണ്ണം പൗലോസിന് സാധിക്കുകയാണ്. നമ്മിൽ എത്ര പേർക്ക് അപ്രകാരം ഈ ലോകത്തുള്ളതായ പ്രയാസങ്ങളൊക്കെയും സാരമില്ല എന്നെണ്ണി മുൻപോട്ട് പോകുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരുപക്ഷെ മറ്റേത് അപ്പോസ്തലന്മാരിലും വെച്ച് ഏറ്റവും അധികം പ്രയാസങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും അനുഭവിച്ച ഒരു അപ്പോസ്തലനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതേക്കുറിച്ച് 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം പൗലോസ് തന്നെ സ്വയം പറയുകയാണ്. ഞാൻ എത്രത്തോളം കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതാണ് എന്ന് പൗലോസ് സ്വയം പല ഭാഗത്തായിട്ട് വിവരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം മുതൽ നാം ചിന്തിക്കുമ്പോൾ പൗലോസ് എത്രത്തോളം പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നു പോയവനാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കും. 23-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ക്രിസ്തുവിന് ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറിയ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ളതായ ആപത്ത്, സ്വജനത്തിലുള്ളതായ ആപത്ത്, ജാതിയുള്ളതായ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസവന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കമിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ നിമിത്തം ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ഇവിടെ എത്രത്തോളം പ്രയാസങ്ങളും ഭാരങ്ങളും അപകടങ്ങളും കർത്താവായ ദൈവദാസനായ പൗലോസ് അനുഭവിച്ചു, എത്രത്തോളം ആപത്തുകളിലൂടെയാണ് ഇവിടെ പൗലോസ് ഓരോ ദിവസവും നടന്നു പോയതെന്ന് കർത്താവിൻ്റെതായ വചനം ഇവിടെ കാണിക്കുകയാണ്. എത്ര പ്രാവശ്യം
എത്ര പ്രാവശ്യം അവൻ അടികൊള്ളുന്നു, എത്ര പ്രാവശ്യം അവൻ കല്ലേറ് കൊള്ളുന്നു, എത്ര പ്രാവശ്യം അവൻ പീഡിപ്പിക്കപ്പെടുന്നു, എത്ര പ്രാവശ്യം അവനെ കുറ്റം വിധിക്കപ്പെടുന്നു, എത്ര പ്രാവശ്യം അവൻ പ്രയാസങ്ങളിലൂടെ ആകുന്നു, എത്ര രാത്രികളിൽ അവൻ ഉറക്കം വിളിച്ച് ജീവിക്കുന്നു, എത്ര ദിവസങ്ങളിൽ അവൻ പട്ടിണി കിടക്കുന്നു. ഇതൊക്കെയും എണ്ണിയാൻ തീരാത്തതാണ് എന്ന് പൗലോസ് ഇവിടെ എഴുതിയറിയിക്കുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നാം ആരെങ്കിലും ഇത്രത്തോളം പ്രയാസം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ ഇത്രത്തോളം പ്രയാസങ്ങളൊക്കെയും നടന്നു പോകുന്നുവെങ്കിലും, ഇത്രത്തോളം കഷ്ടങ്ങളൊക്കെയും അനുഭവിക്കുവാൻ തക്കവണ്ണം പൗലോസിന് ഇടവന്നുവെങ്കിലും, ഇതൊക്കെയും സാരമില്ല എന്നെണ്ണുവാൻ, ഇതൊന്നും ഏതുമല്ല എന്നെണ്ണുവാൻ തക്കവണ്ണം ഒരേറ്റവും വലിയ കുലീനജാതനായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ എന്ത് രഹസ്യമാണ് ഉള്ളത്? ഇതൊക്കെയും സാരമില്ല എന്നെണ്ണുവാൻ, ഇതൊന്നും ഏതുമല്ല നിസ്സാരമാണ് എന്ന് മട്ടിൽ എണ്ണുവാനും മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പൗലോസിന് എങ്ങനെ സാധിക്കുന്നു? ഒരുപക്ഷെ എന്ന് ഞാൻ നിങ്ങളും ഇപ്രകാരം ഈ പ്രയാസത്തിലൂടെ ഒരു പ്രാവശ്യം അടികൊണ്ടാൽ, ഒരു പ്രാവശ്യം കല്ലേറ് കൊണ്ടാൽ, ഒരു പ്രാവശ്യം വഴക്ക് കേട്ടാൽ, ഒരു ദിവസം ഉറക്കം വിളിച്ചാൽ നമ്മൾ ഉടനെ ചിന്തിക്കും, ദൈവമേ അങ്ങേക്ക് വേണ്ടി ഞാൻ വൻ കാര്യത്തെ ചെയ്തിരിക്കുകയാണ്, എന്നിട്ടും എന്തുകൊണ്ട് എന്നെ ഇതിലൂടെ അങ്ങ് കടത്തിവിടുന്നു? ഞാൻ എത്രത്തോളം അടികൊള്ളുന്നു, എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കുന്നു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്നു. എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടു, എൻ്റെ സഹോദരന്മാർ എന്നെ കൈവിട്ടു, എൻ്റെ ഭാര്യ എന്നെ കൈവിട്ടു, എൻ്റെ മക്കൾ എന്നെ കൈവിട്ടു, എൻ്റെ സഭാവിശ്വാസികൾ എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് ആരുമില്ലാതെ ആയിരിക്കുന്നു, എനിക്ക് എൻ്റെ ദൈവം പോലും കൈവിട്ടുവോ എന്ന് ചോദിക്കുന്ന അനേക വിശ്വാസികളെ നമുക്കിന്ന് കാണുവാൻ തോന്നും സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, നാം ആരും ഇത്രത്തോളം പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇത്രത്തോളം പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചതായിരുന്നിട്ടും ഇവിടെ പൗലോസ് അധൈര്യപ്പെടാതെ, നിരാശപ്പെടാതെ, ധൈര്യത്തോടുകൂടി അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സ് അവനുണ്ടായിരുന്നു. ആ മനസ്സ് പൗലോസിന് എപ്രകാരം ലഭിച്ചു? ആ കഷ്ടതയുടെ പാഠങ്ങളിലൂടെ, ആ കഷ്ടതയുടെ സ്കൂളിലൂടെ ചേർന്ന് പഠിക്കുന്നതിലൂടെ പൗലോസിനെ ഓരോ തവണയും കർത്താവായ ദൈവം വൻ കാര്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. നല്ല പരിശീലനം ലഭിച്ചുകൊണ്ടേയിരുന്നു. അപ്രകാരം പഠിച്ചതിലൂടെ ഉന്നതിയിലേക്ക് കയറി ചെല്ലുവാൻ, യേശുവിനെ പോലെ സ്വഭാവത്തിൽ രൂപാന്തരം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇവിടെ പൗലോസിന് സാധിക്കുകയായിരുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും ഇതൊക്കെയും സാരമില്ല എന്നെണ്ണി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പൗലോസിന് സാധിച്ചിരിക്കുകയാണ്. ഇന്ന് അനേക വിശ്വാസികൾ ഒരു ചെറിയ പ്രയാസത്തെ നേരിടുമ്പോൾ, ഒരു ചെറിയ കഷ്ടത്തെ നേരിടുമ്പോൾ അവർ ക്രിസ്തുവിനെ വേണ്ട, സഭയെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് സഭ വിട്ട് ദൂരേക്ക് ഓടിപ്പോവുകയാണ്, ലോകത്തിലേക്ക് അവർ ഓടി മറയുകയാണ്. എന്നാൽ അവരുടെ കഷ്ടം എന്താണ് എന്ന് ചോദിച്ചാലോ അവർ പറയും, എൻ്റെ പാസ്റ്റർ എന്നെ സന്ദർശിച്ചില്ല, എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എൻ്റെ പാസ്റ്റർ എന്നെ കരുതുന്നില്ല, എൻ്റെ മറ്റുള്ള സഹവിശ്വാസികൾ എന്നെ കരുതുന്നില്ല, അവരെന്നെ ഒറ്റപ്പെടുത്തുന്നു, സഭയിൽ എനിക്ക് സ്ഥാനം നൽകുന്നില്ല, എന്നെ ഉയർത്തുവാൻ തക്കവണ്ണം കൂട്ടി നിൽക്കുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ അവർ സ്നേഹിക്കുന്നില്ല. ചെറിയ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് അനേക വിശ്വാസികൾ സഭ വിട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പൗലോസിന് അപ്രകാരം സഭ വിട്ടു പോകുവാനായിരുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ വിട്ട് ഓടി മടങ്ങിപ്പോകുവാനായിരുന്നുവെങ്കിൽ അവന് നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു, നിരവധി കാരണങ്ങൾ. പക്ഷേ ഈ കാരണങ്ങളൊന്നും തന്നെ ഓടിപ്പോകുവാനായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഇവിടെ പൗലോസിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. നാം ഇന്ന് എപ്രകാരമാണ്? ഓരോ കഷ്ടങ്ങളും നാം ലോകത്ത് നേരിടുമ്പോൾ നാം കൂടുതലായിട്ട് ക്രിസ്തുവിനോട് അടുക്കുവാനായിട്ടാണോ അതോ അകലുവാനായിട്ടാണോ നാം ആ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ നാം നമ്മെ തന്നെ ഇടവരുത്തുന്നത്? പ്രിയമുള്ളവരെ, ഇത്രത്തോളം കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച വേറെ ഒരു അപ്പോസ്തലനും വേറെ ഒരു ദൈവത്തിൻ്റെ ദാസനും നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. എങ്കിലും അതൊക്കെയും സഹിക്കുവാൻ, എങ്കിലും അതൊക്കെയും സഹിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ഇവിടെ അനുവദിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും വളരെ മനോഹരമായ മറ്റൊരു പുസ്തകം, 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം, 2 തിമോത്തിയോസിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, നീയോ തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, അല്ലയോ തിമോത്തിയോസേ, തിമോത്തിയോസിന് ഏറ്റവും മനോഹരനായ ഒരു കൂട്ടു സഹോദരനായി, ഒരു കൂട്ടുവേലക്കാരനായി, ഒരു അപ്പൻ്റെതായ സ്നേഹത്തോടു കൂടി പൗലോസ് അവനെ ഉപദേശിക്കുകയാണ്. അല്ലയോ തിമോത്തിയോസേ, നീയോ സകലത്തിലും നിർമ്മലനായിരിക്കുക, നീയോ കഷ്ടം സഹിക്കുക.
നീയോ കഷ്ടം സഹിക്കുക, സുവിശേഷത്തിനായി പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷയെ നീ നിറപടിയായി നിവർത്തിക്കുക. നീ കഷ്ടം സഹിക്കുക. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുകയാണ്, അല്ലയോ തിമോത്തിയോസേ, നീയോ നിന്റെ വേലയെ നീ നിറപടിയായി നിവർത്തിക്കുക, നിന്റെ കാര്യങ്ങളൊക്കെ നിറപടിയായി നീ ചെയ്യുക. ഒന്നിനെക്കുറിച്ച് നീ ഓർത്ത് ഭാരപ്പെടരുത്. നീ ധൈര്യത്തോടു കൂടി നീ മുൻപോട്ട് പോകുക. നീ ദൈവത്തിൻ്റെ വേലയെ നിറപടിയായി ചെയ്യുക. നീ കഷ്ടങ്ങളെ സഹിക്കുക. നിങ്ങളെ അപ്രകാരം അത് സഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, നാം അപ്രകാരം കഷ്ടങ്ങളെ സഹിക്കുമ്പോൾ നാം ക്രിസ്തുവുമായിട്ട് വളരെ അടുത്ത ഒരു വ്യക്തിബന്ധത്തിന് നാം വിളിക്കപ്പെട്ടവരായി തീരുകയാണ്. നിങ്ങളും അപ്രകാരം ഒരു കഷ്ടത്തിലൂടെ നാം നടന്നു പോകുന്നവരാണ് എങ്കിൽ, നമ്മെ വളരെ അതിശയകരമായ, വളരെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിബന്ധത്തിനായിട്ട് നമ്മെ കർത്താവായ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇവിടെ പൗലോസ് വീണ്ടും പറയുകയാണ്, 6-ാമത്തെ വാക്യം, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടുവിടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ മരിക്കുവാൻ പോവുകയാണ്, എൻ്റെ ഗളച്ഛേദം ചെയ്യുവാൻ തവണ പോവുകയാണ്, തല ഛേദിക്കുവാൻ തക്കവണ്ണം ഒരു തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ മരിക്കുവാൻ പോവുകയാണ്, എങ്കിലും ഞാൻ പ്രയാസപ്പെടുന്നില്ല, എങ്കിലും ഞാൻ കഷ്ടത്തെ ഞാൻ സഹിക്കുവാൻ തവണ ഞാൻ തീരുമാനിക്കുകയാണ്. ഇതൊക്കെയും സാരമില്ല, എൻ്റെ തല ഇവർ കട്ട് ചെയ്ത് കളഞ്ഞാലും, എൻ്റെ തല ഇവർ വിച്ഛേദിച്ച് കളഞ്ഞാലും ഞാൻ ഭാരപ്പെടുകയില്ല, ഞാൻ പ്രയാസപ്പെടുകയില്ല, ഞാൻ കരയുകയില്ല. കാരണം എൻ്റെ ദൈവം എനിക്കായിട്ട് ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഞാൻ ഈ ലോകത്ത് പ്രയാസങ്ങളെ അനുഭവിച്ചാലും, ഞാൻ ഈ ലോകത്തെ കഷ്ടങ്ങളെ ഞാൻ അനുഭവിച്ചാലും, സ്വർഗത്തിലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു നന്മയെ ഒരുക്കിയിരിക്കുകയാണ് എന്ന് ചിന്തിക്കുവാൻ, എന്ന് സംസാരിക്കുവാൻ, എന്ന് പറയുവാൻ, എന്ന് ഉപദേശിക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് സംസാരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ നിര്യാണകാലം, എൻ്റെ മരണകാലം അടുത്തിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, 7-ാമത്തെ വാക്യം, 4-ാം അധ്യായം 2 തിമോത്തിയോസ്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നല്ലൊരു പോരാട്ടം ഈ ലോകത്ത് പോരാടിയിരിക്കുകയാണ്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഓരോ വ്യക്തികളും, ഓരോ വിശ്വാസിയും ഒരു പോരാട്ടം നടത്തുന്നവരാണ്. ഞാനും നിങ്ങളും തിന്മയോട്, പിശാചിനോട്, അന്ധകാര ശക്തിയോട് ഒരു പോരാട്ടമുള്ളവരായി ജീവിക്കുന്നവരാണ്. ആ പോരാട്ടത്തിൽ ഒരു നല്ല പോർ പൊരുതുവാൻ പൗലോസിനെ പോലെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങൾക്കും ഒരു നല്ല പോർ ഞാൻ പൊരുതി എന്ന് പറയുവാൻ തക്കവണ്ണം അവസാന സമയത്ത് നമുക്ക് സാധിക്കുമോ? നമുക്ക് സാധിക്കണമെങ്കിൽ നാം ഓടി ഒളിക്കുവാനായിട്ടല്ല, അതിനെ ശക്തിയോടെ ചെറുക്കുവാൻ, അതിനെ ധൈര്യത്തോടുകൂടി ചെറുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഞാൻ ഒരിക്കലും ദൈവത്തിനെതിരായി പ്രവർത്തിച്ചില്ല, ഞാൻ ധൈര്യത്തോടുകൂടി ആ പോരാട്ടത്തിൽ വിജയിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഒരുപക്ഷെ ശക്തിയില്ലാത്തവനായിരിക്കാം, ഞാൻ ചെറിയവനായിരിക്കാം, കഴിവില്ലാത്തവനായിരിക്കാം, എങ്കിലും ആ പോരാട്ടത്തിൽ എൻ്റെ ദൈവം എനിക്ക് ശക്തിയെ നൽകി, എനിക്ക് പോരാടുവാൻ എന്നെ സഹായിച്ചു. ഞാൻ നല്ല പോർ പൊരുതു എന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. ഞാനും നിങ്ങളും, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അപ്രകാരം ഒരു കാര്യം പറയുവാൻ, ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് ഇന്ന് സാധിക്കുമോ? അതോ നാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ പോരാട്ടത്തിൽ നമുക്ക് പലവിധമായ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അത് കണ്ട് പോരാട്ടം നിർത്തിവെച്ച് ഓടിപ്പോകുവാൻ, ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ദൈവത്തെ മറന്ന് ചിന്തിക്കുവാൻ, ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുവാൻ, സഭയെ വിട്ട് അതിനെതിരായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തക്കവണ്ണമാണോ നിങ്ങൾ ഇന്നും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല, ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ വിശ്വാസം കാത്തു. അങ്ങനെ പറയുവാൻ സാധിക്കണമെങ്കിൽ നാം ആത്മാർത്ഥമായി, നാം വ്യക്തിപരമായി, ഓരോരുത്തരും വ്യക്തിപരമായി നല്ല പോർ പൊരുതേണ്ടിയിരിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ആ പോരാട്ടം നമുക്ക് നമ്മുടെ ജീവനെ കൊടുക്കേണ്ടി വന്നേക്കാം. പൗലോസിന് അവന് ജീവനെ കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ ലക്ഷക്കണക്കിന് അനേകം മനുഷ്യർ ക്രിസ്തുവിന് വേണ്ടി അവർ നല്ല പോർ പൊരുതു, അവരുടെ വിശ്വാസം അവർ കാത്തു, അവർ ഓട്ടം തികച്ച് ആ ജീവന്റെ കിരീടത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. നാം ഇപ്രകാരം ഈ ലോകത്ത് ആ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ, നമുക്ക് നല്ല പോരാട്ടം ഞാൻ പൊരുതി, നല്ല പോരാട്ടം ഞാൻ പോരാടി വിജയിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ജെറോമിനെയും ഹസ്സിനെയും പോലെ
അവർ സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരായിരുന്നു. അവർ ജീവനെ പോകേണ്ടി വന്നവരായിട്ട് പോലും ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം അവർ തുനിഞ്ഞവരായതുകൊണ്ട് ആ ജീവൻ്റെ കിരീടം ജെറോമിനും ഹസ്സിനും ദൈവം അവൻ്റെ വരവെങ്കിൽ കൊടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവനോടെ ദൈവത്തിന് വേണ്ടി അവൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് തങ്ങളുടെ ജീവനെ സമർപ്പിക്കുവാൻ തക്കവണ്ണം അവർ കത്തിയെരിഞ്ഞ് ആ തീയിൽ ദഹിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ശത്രുക്കൾ അവരെ ഇടയായിത്തീർന്നതായ സമയത്ത് അവരുടെ ദേവനെ പോലും അവരുടെ ജീവനെ പോലും ഭയക്കാതെ, തീയെ ഭയക്കാതെ ധൈര്യത്തോടുകൂടി നല്ല പോരാടുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തു. ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ജീവൻ്റെ ഓട്ടം ഞാൻ തികച്ചിരിക്കുന്നു, വിശ്വാസം കാത്തിരിക്കുന്നു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അടുത്ത വാക്യം വീണ്ടും താഴോട്ട് പറയുകയാണ്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഞാൻ നല്ല പോർ പൊരുതു, അതിൻ്റെ പോരാട്ടം ഞാൻ തികച്ചു. എനിക്ക് വേണ്ടി ഒരു കിരീടം കർത്താവ് ഒരുക്കി വച്ചിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ ഇപ്രകാരം കഷ്ടം സഹിക്കുവാനും പ്രയാസത്തെ അനുഭവിക്കുവാനും ഇതൊക്കെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം മനസ്സുള്ള എല്ലാവർക്കും ഈ ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമെന്ന് ഇവിടെ പൗലോസ് സാക്ഷ്യം പറയുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പൗലോസിന് അപ്രകാരം അനുഭവം ദൈവം നൽകുകയാണ്. ഏറ്റവും മനോഹരമായ, ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും കൃപയുള്ള ആ വലിയ അനുഭവത്തിലേക്ക് പൗലോസിനെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ എന്നെയും നിങ്ങളെയും അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് ദൈവം വിളിച്ചാൽ നാം നല്ല പോർ പൊരുത്, ക്രിസ്തുവിന് വേണ്ടി നല്ല പോർ പൊരുത് ഈ ലോകത്ത് വിശ്വാസം കാക്കുവാൻ തക്ക നമുക്ക് സാധിക്കുമോ? അതിന് സാധിക്കുമെങ്കിൽ നാം ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമേറിയ ഒരു വ്യക്തിയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗം ദൈവം തീർച്ചയായും സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം അപ്രകാരം ഒരു കഷ്ടതയിലേക്ക് നമ്മെ വിളിച്ചുവെങ്കിൽ അതൊക്കെയും സഹിപ്പാനും ക്രിസ്തുവിന് വേണ്ടി അതൊക്കെയും അനുഭവിക്കുവാനും ധൈര്യത്തോടുകൂടി ജീവനെ കളയേണ്ടി വന്നാലും ഞാൻ പിന്മാറിപ്പോകുകയില്ല, ഞാൻ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുകയില്ല, ഞാൻ ഒരിക്കലും ലോകത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടുകൂടി ഈ ലോകത്ത് ദൈവത്തിന് സാക്ഷിയായിട്ട് ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, അബദ്നെഗോവിനെ പോലെ, യോസെഫിനെ പോലെ, പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, അബ്രഹാമിനെ പോലെ നാം നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ പേരും ആ കൂട്ടത്തിൽ ദൈവം എഴുതി ചേർക്കും. അബ്രഹാമിൻ്റെ സന്തതികളുടെ പരമ്പരയിൽ നമ്മുടെ പേരും ദൈവം എഴുതി വെക്കും. കാരണം നാം നല്ല പോർ പൊരുതി ആ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ പിശാചിനോടും അവൻ്റെ സകലവിധമായ ശക്തികളോടും നാം പോരാടി നല്ല പോർ പൊരുതി വിജയം നേടിയവരാകുന്നുവെങ്കിൽ നമുക്ക് ആ വലിയ പ്രത്യക്ഷതയുടെ സമയത്ത് നമുക്കും ആ ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം, അതനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മയും സഹായിക്കും. പൗലോസിന് അതിന് സാധിച്ചു. പൗലോസ് ആ വേലയെ നിവർത്തിച്ചു. അവൻ്റെതായ ശക്തിയെല്ലാം ഉപയോഗിച്ച് അതൊക്കെയും നേടുവാനും അതൊക്കെയും സഫലമാക്കുവാനും പൗലോസിനെ ദൈവം ബലപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ ഇന്ന് ഈ വാക്യം കേട്ടുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി അത് അനുഭവിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ആ പ്രയാസത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് വേണ്ടി ഞാൻ നല്ല പോർ പൊരുതി ജീവൻ്റെ കിരീടം എനിക്കായി ദൈവം നൽകിയിരിക്കുന്നത് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളേവരും നല്ല പോർ പൊരുതുവാൻ, ആ പോരാട്ടം തികയ്ക്കുവാൻ, ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നിങ്ങളുടെ സകല കുറവുകളും എൻ്റെ ദൈവം പൊറുക്കുമാറാകണം. ഒരിക്കലും ഞങ്ങൾ വീണുപോകാതെ, ധൈര്യപ്പെട്ടു പോകാതെ, നിരാശരാകാതെ നിങ്ങൾ നടക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ആ വലിയ പോരാട്ടം പോരാടി ജയിക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. സ്വർഗീയ നന്മകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.